എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 9:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്ന് പറഞ്ഞു. ശേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും എന്നരുളി ചെയ്തു. ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് നോഹയുടെ 3 മക്കൾ, അവരുടെ ഭാവിയെക്കുറിച്ച് ഉള്ള ഒരു പ്രവചനാത്മകമായ വാക്കുകളാണ്. ഹാമിനെ കുറിച്ച് നേരിട്ട് സൂചിപ്പിക്കുന്നില്ല ഇവിടെ. എന്നാൽ ഹാമിൻ്റെ ഇളയ മകനായ കനാനെ കുറിച്ച് പറയുമ്പോൾ അവൻ മറ്റ് സഹോദരങ്ങൾക്ക് അധമദാസനായി തീരും, സെർവൻ്റ് ഓഫ് സെർവൻസ്, ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ദാസനായി തീരും എന്ന് നോഹ പറയുകയാണ്. അതിൻ്റെ കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. വളരെ മ്ലേച്ഛമായ ഒരു പാപം ചെയ്യുകയും, അതുപോലെ ഹാമിനെ സംബന്ധിച്ച് പറയുമ്പോഴും പിതാവിനോട് യാതൊരു വിധത്തിൽ ബഹുമാനമില്ലാതെ പരിഹാസത്തോടു കൂടി പിതാവിൻ്റെ വീഴ്ചയെ അവൻ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണല്ലോ ഈ വാക്കുകൾ നോഹ പറയുന്നത്, ഈ അനുഗ്രഹങ്ങളും അതുപോലെ ശാപത്തിൻ്റെ വാക്കുകളും നോഹ പറയുന്നത്. അപ്പോൾ ഹാമിൻ്റെ സന്തതികൾക്ക് ലഭിക്കുന്നത് അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ശാപമാണ്. എന്നാൽ ശേമിനും യാഫത്തിനും ലഭിക്കുന്നത് അനുഗ്രഹങ്ങളാണ്. കനാനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവിടെ 3 പ്രാവശ്യം ആവർത്തിച്ച് ഇവൻ തൻ്റെ സഹോദരന്മാർക്ക് ദാസനായി തീരും എന്ന് പറയുന്നുണ്ട്. അധമദാസനായി തീരുമെന്നൊരു പ്രാവശ്യം, അതുപോലെ ശേമിനെക്കുറിച്ച് പറഞ്ഞിട്ട് കനാൻ ശേമിന് ദാസനായി തീരും എന്ന് പറയുന്നു. അതുപോലെ യാഫത്തിനെ കുറിച്ച് പറഞ്ഞിട്ടും കനാൻ അവരുടെ ദാസനായി തീരും എന്ന് പറയുകയാണ്. പിന്നീടുള്ള മുമ്പോട്ടുള്ള ചരിത്രം വായിക്കുമ്പോൾ അബ്രാഹമിനോട് ദൈവം ഉടമ്പടി ചെയ്യുന്ന, അബ്രാഹമിനെ അനുഗ്രഹിക്കുന്ന വാക്കുകൾ പറയുന്നിടത്ത് 15-ാം അധ്യായത്തിലും നമുക്ക് ഈ കനാന്യരെ കുറിച്ചുള്ള പരാമർശം കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി 15:28 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രാഹമിൻ്റെ സന്തതിക്ക് ദൈവം ഈ കനാൻ ദേശം കൊടുക്കാനായിട്ട് ഉള്ള പദ്ധതി പറയുകയാണ്. അവരെ ഇങ്ങോട്ട് തിരിച്ചു വരുത്തും, പരദേശികളായി നടക്കുന്ന അവരെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തും. എന്നിട്ട് അവിടെയുള്ള യബൂസ്യര്, പെരിസ്യര്, ഹിത്യര്, ഹിവ്യര്, കനാന്യര്, ഇങ്ങനെയൊക്കെയുള്ള ജാതികളെ ആ ദേശത്തു നിന്ന് മാറ്റി അവർക്ക്, അബ്രാഹമിൻ്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കും എന്ന് പറയുകയാണ്. അതായത് ശേമിൻ്റെ മക്കൾ, ശേമിൻ്റെ വംശപാരമ്പര്യത്തിലാണ് അബ്രാഹം വരുന്നത്. ആ ശേമിൻ്റെ മക്കൾ ഹാമിൻ്റെ മക്കൾ വസിച്ചിരുന്ന ആ ദേശത്തെ കൈവശമാക്കും. അല്ലെങ്കിൽ ഹാമിൻ്റെ മക്കളെ ആ ദേശത്തുനിന്ന് മാറ്റിയിട്ട് ശേമിൻ്റെ മക്കൾക്ക് ആ ദേശം കൊടുക്കും എന്ന് ദൈവം അവിടെ പ്രോമിസ് ചെയ്തതായിട്ട് പറയുകയാണ്. യോശുവയുടെ കാലത്തേക്ക് വരുമ്പോൾ അവിടെ ഈ കനാൻ ദേശത്തെ കീഴടക്കുന്ന, യോശുവയുടെ നേതൃത്വത്തിൽ കീഴടക്കുന്ന ചരിത്രമൊക്കെ വിവരിക്കുന്ന ആ പുസ്തകങ്ങളിൽ കനാന്യരെ അടിമകളാക്കുന്ന, കനാന്യരെ കീഴടക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശുവ 9:23 കനാന്യരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് യോശുവ പറയുകയാണ്. പിന്നെ യോശുവ അവരെ വിളിച്ച് അവരോട്, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ ബഹു ദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചത് എന്ത്? ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു. കനാന്യരോടുള്ള വാക്കുകളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പല വാക്യങ്ങളിൽ ഈ കനാന്യരെ എങ്ങനെയാണ് ഇസ്രായേൽ ജനം അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നത്, അഥവാ ശേമിൻ്റെ മക്കൾക്ക് അടിമകളായി ഈ ഹാമിൻ്റെ മക്കൾ, കനാൻ്റെ മക്കൾ എങ്ങനെ ജീവിച്ചു എന്നതിനെക്കുറിച്ചുള്ള പല വാക്കുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. അതിൻ്റെ തൊട്ടടുത്ത 2 വാക്യങ്ങളിലും 29 എഫ്രൈം ഗസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല, കനാന്യർ ഗസരിൽ അവരുടെ ഇടയിൽ പാർത്തു. കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല, കനാന്യർ ഊഴിയ വേലക്കാരായി തീർന്ന് അവരുടെ ഇടയിൽ പാർത്തു. ഈ ഊഴിയ വേലക്കാരായി പാർക്കുന്ന കനാന്യരെ കുറിച്ച് ആവർത്തിച്ച് നമുക്ക് ഈ ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നോഹയുടെ വാക്കുകൾ അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് നോഹ ഈ വാക്കുകൾ പറഞ്ഞതിന് ഏതാണ്ട് 800 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ഓർക്കണം. അപ്പോൾ അത്രയും കാലഘട്ടം മുന്നോട്ട് പോകുമ്പോഴും
കനാന്യരെന്ന് പറയുന്ന ജനവിഭാഗം ഷേമിൻ്റെയും യാഫത്തിൻ്റെയും ഒക്കെ അടിമകളായി, ദാസന്മാരായി ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീടും ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ, പിന്നീട് ലോകത്തിൻ്റെ ചരിത്രം പുരോഗമിച്ച് ദൈവവചനത്തിൻ്റെ കാലം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ കാണുന്നത് ഈ ചിത്രം തന്നെയാണ്. ഈ കനാന്റെ സന്തതി പരമ്പരകളിൽ വന്ന ഒരു സമൂഹം പോലും, ഒരു ജനത പോലും ലോകത്തിൽ ഉയർച്ച പ്രാപിക്കുന്ന മറ്റു ജനതകളുടെ മുകളിൽ വരുന്ന ഒരു ചിത്രം നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. ലോകം എപ്പോഴും നിയന്ത്രിച്ചിരുന്നത് യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഏഷ്യക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഏഷ്യക്കാർ, പൊതുവിൽ ഷേമിൻ്റെ വംശജരൊക്കെ ജീവിക്കുന്ന ഈ മധ്യപൂർവ്വ ഏഷ്യ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലാണെന്ന് പറയാം. യാഫേത്തിൻ്റെ സന്തതി പരമ്പരകൾ മിക്കവാറും യൂറോപ്യൻ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോകത്തിലേക്ക് നോക്കിയാൽ ചരിത്രപരമായി പറയുമ്പോഴും ഈ ഷേമിൻ്റെയും യാഫത്തിൻ്റെയും മക്കളാണ്, സന്തതികളാണ് ലോകത്തെ എപ്പോഴും നയിക്കുകയും ലോകത്തിൽ ഉയർച്ച പ്രാപിക്കുകയും ലോകത്തെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവിടെ എങ്ങും നമുക്ക് ഈ കനാന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവചനം അല്ലെങ്കിൽ ഈ വാക്കുകൾ ലോക ചരിത്രത്തിൽ അന്വർത്ഥമായി തീർന്ന, അന്വർത്ഥമായി ഇപ്പോഴും നിലനിൽക്കുന്ന വാക്കുകൾ തന്നെയാണ്. കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും എന്നത്. നോഹയുടെ വാക്കുകളിൽ ഇനി അവശേഷിക്കുന്നത് ഷേമിനും യാഫത്തിനുമുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഇതിൻ്റെ തുടർച്ചയായി അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. ഷേമിനെയും യാഫത്തിനെയും എങ്ങനെയാണ് ദൈവം അനുഗ്രഹിച്ചത് എന്നതിനെക്കുറിച്ച്. ഈ പഠനവും നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.